അമ്മ കാര്യമായിട്ട് അടുക്കളയിൽ എന്തോ പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് അമ്മന്റെ ചോദിക്കുക? എന്താ അമ്മ കാട്ടിന്? നൂലപ്പം ഉണ്ടാക്കണ്ടേ? അപ്പൊ അതിനുള്ള മുട്ടക്കറി വെക്കാൻ പറഞ്ഞിട്ടാണ് അമ്മ. തന്നെ എണ്ണ ഒഴിക്കണം. അപ്പൊ അമ്മ ഉരുളിയൊക്കെ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചൂലേ അമ്മ? പെരിഞ്ഞീര് ഇട്ട് കൊടുത്തു അല്ലേ അമ്മ? സവോള പച്ചമുളകും കറുവപ്പലയും അങ്ങനെ സവോളയും പച്ചമുളകും ഇതൊക്കെ ഒരുവിധം വാടിയായി. അപ്പോൾ അമ്മ അതിന് തക്കാളി ഇട്ട് കൊടുക്കണം. അതിൽ കൂടെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനെ അമ്മ അതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക്, ഇത്ര പൊടികൾ ചേർത്തിട്ടില്ല അമ്മ? അങ്ങനെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ്, അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട അമ്മ, ഈ മസാലയൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടേ. അങ്ങനെ ഇതാ അമ്മ രണ്ടാം പാല് ചേർക്കുന്നു. ഞാൻ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൽ 2 അണ്ടിപ്പരിപ്പ് ചേർത്തും. എന്താണ് അത് ഒരു കൊഴുപ്പിനും ടേസ്റ്റും നന്നായിരിക്കാൻ വേണ്ടിയിട്ട് അത് ചേർത്തു അമ്മ. അപ്പൊ അമ്മ തേങ്ങ അരയ്ക്കുമ്പോൾ അതിനൂടെ കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് അരയ്ക്കും അമ്മ. അതിനെ കൂട്ടാൻ റെഡി ആയിതാ. അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില ഇടുന്നു. പുഴുങ്ങി വെച്ച മുട്ട മുട്ട ഇനിയിപ്പോ എന്താ അതില് തേങ്ങ നമ്മ ആദ്യം എടുത്ത് വെച്ച പാലും കൂടി ചേർക്കണം. ഒന്നാം പാല് അതും കൂടി ചേർത്തിയാൽ കഴിഞ്ഞു, പണി കഴിഞ്ഞു. നമുക്കിനി കഴിക്കാം. എൻ്റെ മക്കള് ഇങ്ങനത്തെ മുട്ടക്കറി വെച്ച ചപ്പാത്തിക്ക് ഉപയോഗിക്കുക, പൊറോട്ടയ്ക്ക് ഉപയോഗിക്കുക, നൂലപ്പത്തിനും എടുക്കുക, എല്ലാറ്റിനും പറ്റിയ കൂട്ടാനാണ്. ഇതാ ഒന്നാം പാല് ഒഴിക്കണു. അപ്പൊ ഇനി ഞങ്ങൾക്ക് ഇതിന്റെ പണി ഒരുക്കിട്ട് റെഡിയായി. ഇത് എൻ്റെ മക്കൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അമ്മയ്ക്ക് അതിന്റെ വിവരങ്ങളൊക്കെ പറയണം. മുട്ടക്കറിയൊക്കെ റെഡിയായി, സൂപ്പർ ആയിരിക്കും. ഇതിൽ പിന്നെ അമ്മ തേങ്ങൻ്റെ കൂടെ അണ്ടിപ്പരിപ്പും കൂടി ചേർക്കുന്നതുകൊണ്ട് കറിക്ക് നല്ല കട്ടിയുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതൊരു ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക.